ടാലിയിൽ സ്റ്റോക്ക് ഐറ്റംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ ഒരു ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവെൻട്രിയുടെ തന്നെ വേറൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഐറ്റംസ്, സ്റ്റോക്ക് ഗ്രൂപ്പ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പർച്ചേസ് വൗച്ചറും സെയിൽസ് വൗച്ചറും യൂസ് ചെയ്തിട്ട് ഇൻവെൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. കല്യാണി ടെക്സ്റ്റൈൽസ്, എ ലീഡിംഗ് ടെക്സ്റ്റൈൽ ഷോറൂം ഇൻ പാലക്കാട്. They wish to open 2 godowns for categorize their textile items. Being an expert in tally, help them to create godowns, stock categories, stock items, and unit of measures from the following information. കല്യാണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിന് വേണ്ടിയിട്ട് ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർ 2 പുതിയ ഗോഡൗൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഗോഡൗൺസും ആ ഗോഡൗണിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് കാറ്റഗറീസ്, സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഗോഡൗൺസ് ആണുള്ളത്, തൃശ്ശൂരും മലപ്പുറവും. സ്റ്റോക്ക് കാറ്റഗറീസ് തന്നിട്ടുണ്ട്, ജെൻസ് വിയർ, ലേഡീസ് വിയർ. സ്റ്റോക്ക് ഗ്രൂപ്പ് 4 എണ്ണം ഉണ്ട്, വിമൽ, ലൈവ്, റോഷ്നി, കരിഷ്മ. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് 2 എണ്ണം പറയുന്നുണ്ട്, നമ്പർ, മീറ്റർ. ഇനി സ്റ്റോക്ക് ഐറ്റംസ് നോക്കാം. 4 ഐറ്റംസ് ആണുള്ളത്. ഒന്നത് ജീൻസ് പാൻസ്, സ്റ്റോക്ക് ഗ്രൂപ്പ് വരുന്നത് ലൈവ്, സ്റ്റോക്ക് കാറ്റഗറി ജെൻസ് വിയർ, യൂണിറ്റ് ഓഫ് മെഷർ നമ്പർ. അടുത്ത സ്റ്റോക്ക് ഐറ്റം ഷർട്ടിംഗ്, അത് വരുന്ന സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിമൽ, സ്റ്റോക്ക് കാറ്റഗറി ജെൻസ് വിയർ, യൂണിറ്റ് ഓഫ് മെഷർ മീറ്റർ. അടുത്ത സ്റ്റോക്ക് ഐറ്റം ചുരിദാർ, സ്റ്റോക്ക് ഗ്രൂപ്പ് റോഷ്നി, സ്റ്റോക്ക് കാറ്റഗറി ലേഡീസ് വിയർ, യൂണിറ്റ് ഓഫ് മെഷർ നമ്പർ. ദെൻ ബ്ലൗസ് പീസ്, സ്റ്റോക്ക് ഗ്രൂപ്പ് കരിഷ്മ, സ്റ്റോക്ക് കാറ്റഗറി ലേഡീസ് വിയർ, യൂണിറ്റ് ഓഫ് മെഷർ മീറ്റർ. ഇപ്പം ആദ്യമേ നമുക്ക് ഒരു ടാലിയിൽ കല്യാണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം 2 ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക് കാറ്റഗറീസ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷേഴ്സ് തുടങ്ങിയവയെല്ലാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കല്യാണി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻഫോയിൽ പോയിട്ട് പുതിയതായിട്ടൊരു കമ്പനി സെലക്ട് ചെയ്യുക. കല്യാണി ടെക്സ്റ്റൈൽസ് എന്നുള്ള കമ്പനി സെലക്ട് ചെയ്തു. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഗോഡൗൺസും സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം F11 ഫീച്ചർ എടുക്കുക. F11 ഫീച്ചറിൽ അക്കൗണ്ടിങ് ഫീച്ചർ എടുക്കുക. അക്കൗണ്ടിങ് ഫീച്ചറിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഓപ്ഷൻ നോ ആണോ എന്ന് നോക്കുക. ഇത് എസ് ആണെങ്കിൽ അക്കൗണ്ട്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഇൻവെന്ററി റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇൻവെന്ററി ഫീച്ചേഴ്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഈ ഓപ്ഷൻ നോ ആയിട്ട് കൊടുക്കണം. ഇത് ഇൻവെന്ററി ഫീച്ചർ എടുക്കുക. ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്ത് സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷന്റെ അകത്ത് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ്, മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടും എസ് ആയിട്ട് കൊടുക്കുക. മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ള ഓപ്ഷൻ എസ് ആണെങ്കിൽ മാത്രമേ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ള ഓപ്ഷനും എസ് ആണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും എസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻവെന്ററി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെന്ററി ഇൻഫോ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഗോഡൗൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഗോഡൗൺ സെലക്ട് ചെയ്യാം. ഇത് സിംഗിൾ മോഡിലോ മൾട്ടിപ്പിൾ ഗോഡൗണിലോ ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ഗോഡൗൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അണ്ടർ ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് ഓൾ ഐറ്റംസ് കൊടുക്കുകയാണ്. ദെൻ 2 ഗോഡൗൺ ആയിരുന്നു, തൃശ്ശൂരും മലപ്പുറവും. തൃശ്ശൂർ അണ്ടർ മെയിൻ ലൊക്കേഷൻ, പിന്നെ മലപ്പുറം അതും അണ്ടർ മെയിൻ ലൊക്കേഷൻ. ദെൻ ടാബ് പ്രസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ച് ഇൻവെന്ററി ഇൻഫോയിലേക്ക് പോവുക. അവിടുന്ന് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ മോഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, വിമൽ, ലൈവ്, റോഷ്നി, കരിഷ്മ. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഗ്രൂപ്പ് എന്നുള്ള സ്ഥലത്ത് ഓൾ ഐറ്റംസ് കൊടുക്കുക. നെയിം ഓഫ് സ്റ്റോക്ക് ഗ്രൂപ്പ് വിമൽ, അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ദസ് ആയിട്ട് കൊടുക്കുക. ലൈവ് അണ്ടർ പ്രൈമറി ഗ്രൂപ്പ്, ഇതും പിന്നെ റോഷ്നി, കരിഷ്മ, റോഷ്നി അണ്ടർ പ്രൈമറി ഗ്രൂപ്പ്. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ് എന്നുള്ളത് എസ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ കരിഷ്മ എന്നുള്ളത് അണ്ടർ പ്രൈമറി
പ്രൈമറി ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് കാറ്റഗറീസ് 2 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, ജെൻസ് വിയർ, ലേഡീസ് വിയർ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ സ്റ്റോക്ക് കാറ്റഗറീസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അണ്ടർ കാറ്റഗറി എന്നുള്ള സ്ഥലത്ത് ഓൾ ഐറ്റംസ് കൊടുക്കുക. ദെൻ നെയിം ഓഫ് കാറ്റഗറി ജെൻസ് വിയർ, അണ്ടർ പ്രൈമറി, ദെൻ ലേഡീസ് വിയർ, അതും അണ്ടർ പ്രൈമറി. ടാബ് പ്രസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പം സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും ഗോഡൌണും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ആണ്. അത് നമ്പറിലും മീറ്ററിലുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ യൂണിറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇൻവെന്ററി ഇൻഫോയിൽ പോവുക, യൂണിറ്റ് ഓഫ് മെഷർ എടുക്കുക, ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുക. ടൈപ്പ് സിമ്പിൾ ആണ്. സിമ്പിൾ നമ്പേഴ്സിന് NOS എന്ന് കൊടുക്കുകയാണ്. ഫോർമൽ നെയിം നമ്പർ, ഡെസിമൽ പ്ലേസസ് കൊടുക്കണ്ട, അക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് മീറ്റർ, MTR എന്ന് സിമ്പിൾ കൊടുക്കുകയാണ്. ഫോർമൽ നെയിം മീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഡെസിമൽ പ്ലേസ് 2 എന്നുള്ള രീതിയിൽ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ജീൻസ് പാൻസ്, അതിൻ്റെ സ്റ്റോക്ക് ഗ്രൂപ്പ് ലൈവ്, സ്റ്റോക്ക് കാറ്റഗറി ജെൻസ് വിയർ, യൂണിറ്റ്സ് ഓഫ് മെഷർ, നമ്പർ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അണ്ടർ ഗ്രൂപ്പ് എന്നുള്ള സ്ഥലത്ത് ഓൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നെയിം ഓഫ് ഐറ്റം ജീൻസ് പാൻസ് ആയിരുന്നു. അണ്ടർ ലൈവ് ജെൻസ് വിയർ, നമ്പർ. അണ്ടർ ലൈവ് ജെൻസ് വിയർ, യൂണിറ്റ്, നമ്പർ. ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും റേറ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അത് കൊടുക്കണ്ട. അടുത്തത് ഷർട്ടിംഗ് ആണ്. സ്റ്റോക്ക് ഗ്രൂപ്പ് വിമൻ. നെയിം ഓഫ് ഐറ്റം എന്ന സ്ഥലത്ത് ഷർട്ടിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ഷർട്ടിംഗ് വിമൻ, കാറ്റഗറി ജെൻസ് വിയർ, യൂണിറ്റ്സ് ഓഫ് മെഷർ മീറ്റർ. അടുത്തത് ചുരിദാർ റോഷ്നി, ലേഡീസ് വിയർ, നമ്പർ. ചുരിദാർ റോഷ്നി, ലേഡീസ് വിയർ, നമ്പർ. ഇനി വരുന്നത് ബ്ലൗസ് പീസ് കരിഷ്മ, ലേഡീസ് വിയർ, മീറ്റർ. ബ്ലൗസ് പീസ് കരിഷ്മ, ലേഡീസ് വിയർ, മീറ്റർ. സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടാബ് പ്രസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് പർച്ചേസ് വൗച്ചറും സെയിൽസ് വൗച്ചറും ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക, അവിടുന്ന് അക്കൗണ്ട്സ് ഇൻഫോ എടുക്കുക, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് സിംഗിൾ ലെഡ്ജർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെയിം പർച്ചേസ്, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ്. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് എന്നുള്ള സ്ഥലത്ത് യെസ് എന്ന് കൊടുക്കുക. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. കോസ്റ്റ് സെന്റർ നോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത് സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് എന്നുള്ള സ്ഥലത്ത് യെസ് എന്ന് കൊടുക്കുകയാണ്. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. കോസ്റ്റ് സെന്റേഴ്സ് ആർ ആപ്ലിക്കബിൾ, അത് നോ എന്ന് കൊടുക്കുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ 2 ലെഡ്ജറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൗച്ചർ പോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അക്കൗണ്ടിംഗ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിംഗ് വൗച്ചറിൽ ഇപ്പോൾ കിടക്കുന്നത് പേയ്മെന്റ് ആണ്. നമുക്ക് പർച്ചേസും സെയിൽസും ആണ് വേണ്ടത്. അപ്പം F9 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഇൻവോയ്സ് മോഡിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഇൻവോയ്സ് മോഡിലോ വൗച്ചർ മോഡിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻവോയ്സ് മോഡിൽ തന്നെ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. INV 001 എന്ന് കൊടുക്കുകയാണ്. ഡേറ്റ് കൊടുക്കുക. പാർട്ട് അക്കൗണ്ട് നെയിം എന്നുള്ള സ്ഥലത്ത് ക്യാഷ് സെലക്ട് ചെയ്യുക. പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഈ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് ഐറ്റം ആണ്. ഇപ്പോൾ നെയിം ഓഫ് ഐറ്റം ജീൻസ് പാൻസ് ആണ്. 250 എണ്ണമാണ്. റേറ്റ് 1400 പെർ പാൻറ്റ്. അപ്പോൾ അത് എൻ്റർ ചെയ്യാം. നെയിം ഓഫ് ഐറ്റം എന്നുള്ള സ്ഥലത്ത് ജീൻസ് പാൻസ് എന്ന് സെലക്ട് ചെയ്യാം.
ഇനി ഐറ്റം ലൊക്കേഷൻ ഫോർ ജീൻസ് പാൻസ്. ഇപ്പോൾ ഗോഡൗൺ ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗോഡൗണിൻ്റെ സ്ഥലത്ത് മെയിൻ ലൊക്കേഷൻ എന്ന് സെലക്ട് ചെയ്യുക. മെയിൻ ലൊക്കേഷൻ എന്ന് സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 250 ആയിരുന്നു. 250 എന്ന് ടൈപ്പ് ചെയ്യുക. റേറ്റ് 1400 പെർ പാൻറ്. 1400 പെർ പാൻറ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത് ഷർട്ടിംഗ് ആണ്. 500 meters, 525 per meter. Shirting, godown main location, quantity 500, rate 525 per meter. Accept ചെയ്യാം. അടുത്തത് ചുരിദാർ 400 numbers, 1200 per ചുരിദാർ. അടുത്ത ഐറ്റം ചുരിദാർ, ഗോഡൗൺ മെയിൻ ലൊക്കേഷൻ, ക്വാണ്ടിറ്റി 400, റേറ്റ് 1200 പെർ നമ്പർ എമൗണ്ട് വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് ബ്ലൗസ് പീസ് 300 meters, 120 per meter. ബ്ലൗസ് പീസ് മെയിൻ ലൊക്കേഷൻ, ക്വാണ്ടിറ്റി 300, റേറ്റ് 120 per meter. 120 per meter അത് ടൈപ്പ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞു. ആവശ്യമായിട്ടുള്ള നരേഷൻ കൊടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചർ വഴി ഇൻവെന്ററി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സെയിൽസ് ആണ് കാണിക്കേണ്ടത്. സെയിൽസ് കാണിക്കുമ്പോൾ എന്ത് കാണിക്കണം? 100 numbers of jeans pants at 1600 per pants from മലപ്പുറം ഗോഡൗൺ. നമുക്കത് കൊടുക്കാം. അതിന് മുമ്പേ ആയിട്ട് ഒരു കാര്യം ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റോക്ക് ഐറ്റം എല്ലാം കിടക്കുന്നത് ഏത് ലൊക്കേഷനിലാണ്? മെയിൻ ലൊക്കേഷനാണ്. അപ്പോൾ ഈ മെയിൻ ലൊക്കേഷനിൽ കിടക്കുന്നതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? തൃശ്ശൂർ, മലപ്പുറം എന്നുള്ള 2 ഗോഡൗണിലേക്കും കൂടെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സെയിൽസ് കാണിച്ചിരിക്കുന്നത് മലപ്പുറം ഗോഡൗണിൽ നിന്നും തൃശ്ശൂർ ഗോഡൗണിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ മെയിൻ ലൊക്കേഷനിൽ നിന്നും മലപ്പുറത്തേക്കും തൃശ്ശൂരിലേക്കും ഐറ്റത്തിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം അത് ചെയ്യാം. ജെൻസ് വിയറിനെ തൃശ്ശൂരിലേക്കും ലേഡീസ് വിയറിനെ മലപ്പുറം എന്നുള്ള ലൊക്കേഷനിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. ജീൻസ് പാൻസ് എത്ര ഉണ്ടായിരുന്നു? 250, പിന്നെ 500. നമുക്കത് അതുപോലെ തന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻവെന്ററി വൗച്ചർ എടുക്കുക. ഇൻവെന്ററി വൗച്ചറിൽ സ്റ്റോക്ക് ജേർണൽ ഉണ്ട്. സ്റ്റോക്ക് ജേർണൽ എടുത്തിട്ട് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനും പിന്നെ സോഴ്സും ഡെസ്റ്റിനേഷനും ഉണ്ട്. സോഴ്സിന്റെ സ്ഥലത്ത് ജീൻസ് പാൻസ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി ഇവിടെ എത്രയായിരുന്നു ഉള്ളത് അത്രയും തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. 250 പിന്നെ 1400. ക്വാണ്ടിറ്റി 250, റേറ്റ് 1400. ക്വാണ്ടിറ്റി 250, റേറ്റ് 1400 എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഷർട്ടിംഗ് ഉണ്ട്. ഷർട്ടിംഗ് അത് ഡെസ്റ്റിനേഷൻ ആയിരുന്നു കൊടുക്കേണ്ടത്. ഡെസ്റ്റിനേഷനിൽ ജീൻസ് പാൻസ്, ഡെസ്റ്റിനേഷൻ മലപ്പുറം, ക്വാണ്ടിറ്റി 250, റേറ്റ് 1400 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തും ട്രാൻസ്ഫർ ചെയ്യുക, ചുരിദാറും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇതിനകത്ത് ജീൻസിൻ്റെയും ചുരിദാറിൻ്റെയും മാത്രമേ സെയിൽസ് കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജീൻസിൻ്റെയും ചുരിദാർ മാത്രം നമ്മൾ ട്രാൻസ്ഫർ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഷർട്ടിങ്ങിൻ്റെയും ബ്ലൗസ് പീസിൻ്റെയും ഇതേപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫറും കൂടി കാണിക്കാവുന്നതാണ്. ഇനി അടുത്തത് ചുരിദാർ ട്രാൻസ്ഫർ കാണിക്കാം. സ്റ്റോക്ക് ജേർണൽ തന്നെ എടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ഐറ്റം എന്നുള്ള സ്ഥലത്ത് ചുരിദാർ സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി 400, റേറ്റ് 1200. ക്വാണ്ടിറ്റി 400, റേറ്റ് 1000. ലൊക്കേഷൻ മെയിൻ ലൊക്കേഷൻ, ക്വാണ്ടിറ്റി 400, റേറ്റ് 1200 എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത നെയിം ഓഫ് ഐറ്റം ചുരിദാർ തന്നെ, ക്വാണ്ടിറ്റി 400, ലൊക്കേഷനാണ് തൃശ്ശൂർ, ക്വാണ്ടിറ്റി 400, റേറ്റ് 1200 എമൗണ്ട് വന്നിട്ടുണ്ട്. അതും അക്സെപ്റ്റ് ചെയ്യാം.
ഐറ്റം നമ്മൾ ആവശ്യമായിട്ടുള്ള ഗോഡൗണുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെയിൽസ് വൗച്ചർ എടുക്കാം. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് വൗച്ചറിൽ പോയിട്ട് ഇപ്പോൾ പേയ്മെൻ്റ് ആണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് സെയിൽസ് വൗച്ചർ എടുക്കാം. സെയിൽസ് വൗച്ചറിൽ റെഫറൻസ് നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പാർട്ടി അക്കൗണ്ട് നെയിം ക്യാഷ് സെലക്ട് ചെയ്യുക, സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യുക, നെയിം ഓഫ് ഐറ്റം കൊടുക്കുക. നെയിം ഓഫ് ഐറ്റം ഇവിടെ വന്നിരിക്കുന്നത് ജീൻസ് പാൻസ് ആണ്, 100 എണ്ണമാണ്, 1600 ആണ്. ഓക്കെ, നെയിം ഓഫ് ഐറ്റം ജീൻസ് പാൻസ്, ഗോഡൗൺ മലപ്പുറം, ക്വാണ്ടിറ്റി 100, റേറ്റ് 1600 പെർ നമ്പർ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചുരിദാറാണ്, അത് നമ്പേഴ്സ് 150, റേറ്റ് 1450. അത് നമുക്ക് കാണിക്കാം. ചുരിദാർ, ഗോഡൗൺ തൃശ്ശൂർ, ക്വാണ്ടിറ്റി 150, റേറ്റ് 1450, എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. സെയിൽസ് വൗച്ചർ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാം. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് റിപ്പോർട്ട്സ് കാണാം. റിപ്പോർട്ട്സ് കാണാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറി എടുക്കുക. സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സും കാണാനായിട്ട് പറ്റും. അതിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ, ആവറേജ് റേറ്റാണ് വരുന്നത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും. ഇനി ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഗ്രൂപ്പിലെ ഐറ്റംസ് കാണാനായിട്ട് പറ്റും. ഓരോ ഐറ്റം സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മന്ത്ലി ചാർട്ട്, ഇൻവേർഡ്സ്, ഔട്ട്വേർഡ്സ്, ക്ലോസിംഗ് ബാലൻസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോക്ക് വൗച്ചറിലേക്ക് പോകും. സ്റ്റോക്ക് വൗച്ചറിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചർ ഡീറ്റെയിൽസ്. ഇവിടെ പർച്ചേസ് വൗച്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻവേർഡ്സ്, ഔട്ട്വേർഡ്സ്, പിന്നെ ക്ലോസിംഗ്, ക്വാണ്ടിറ്റി, വാല്യൂ, ടേംസിൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത റിപ്പോർട്ട് കാണണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് സ്റ്റോക്ക് സമ്മറിയാണ്. ബാക്കിയുള്ളതെല്ലാം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഉള്ളിലാണ്. ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇൻവെൻട്രി ബുക്സ് ഉണ്ടാകും. ഇൻവെൻട്രി ബുക്സിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഐറ്റം ഉണ്ട് ആദ്യത്തത്. അപ്പം നമുക്ക് സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ലിസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്ക് ഐറ്റംസും ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി ചാർട്ടാണ് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഇൻവേർഡ്, ഔട്ട്വേർഡ്, ക്ലോസിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഏത് മന്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോക്ക് വൗച്ചേഴ്സിലേക്ക് നമ്മൾ ചെല്ലും. ഇനി അടുത്തത് ഗ്രൂപ്പ് സമ്മറിയാണ്. ഗ്രൂപ്പ് സമ്മറി ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ക്ലോസിംഗ് ബാലൻസ്, ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ, ഗ്രാൻഡ് ടോട്ടൽ ഡീറ്റെയിൽസ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മന്ത്ലി ചാർട്ട് കിട്ടും. ആ മന്ത്ലി ചാർട്ടിൽ നിന്നും ഇൻവേർഡ്, ഔട്ട്വേർഡ്, ക്ലോസിംഗ് ബാലൻസ് തുടങ്ങിയ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെയും നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് വൗച്ചേഴ്സ്, അതുവഴി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഗ്രൂപ്പിലെ ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് വൗച്ചേഴ്സ് കാണാം. പർച്ചേസ്, സ്റ്റോക്ക് ജേർണൽ, സെയിൽസ്, പിന്നെ അതിൻ്റെ ഇൻവേർഡ്സ്, ഔട്ട്വേർഡ്സ്, ക്ലോസിംഗ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി അടുത്തത് സെയിൽസ് ഓർഡർ ബുക്ക്, പർച്ചേസ് ഓർഡർ ബുക്ക് നമ്മൾ ചെയ്തിട്ടില്ല. സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ ഐറ്റം മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ജീൻസ് പാൻറ്റും ചുരിദാർ എന്നുള്ളത് നമ്മൾ മെയിൻ ലൊക്കേഷനിൽ നിന്ന് ഗോഡൗണിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോക്ക് ജേർണൽ വൗച്ചറിൽ കാണാൻ പറ്റുന്നത്. സോഴ്സ്, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററിയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗോഡൗൺസ്, മെയിൻ ലൊക്കേഷൻ ഡിഫോൾട്ട് ആയിട്ടുണ്ടായിരുന്നു മലപ്പുറം, തൃശ്ശൂർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. തൃശ്ശൂർ എന്നുള്ള ഗോഡൗണിലെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അവിടെ ഐറ്റംസ് ഇത്രയുണ്ട്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണുന്നുണ്ട്. പിന്നെ കാറ്റഗറീസ് ആണെങ്കിൽ കാറ്റഗറി വൈസ് ഉള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഓരോ കാറ്റഗറി അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഐറ്റംസ്, പിന്നെ അതിൽ നിന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള ലെവലുകളിലേക്ക് പോകും. ഏറ്റവും അവസാനമായിട്ട് സ്റ്റോക്ക് വൗച്ചർ എന്നുള്ള ലെവൽ വരെ നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. പിന്നെ സ്റ്റോക്ക് ക്വറി.
സ്റ്റോക്ക് ക്വറിയാണ്. സ്റ്റോക്ക് ക്വറിയിൽ നമുക്കൊരു ഐറ്റം, ഞാൻ സ്റ്റോക്ക് ക്വറി കാണിച്ചു തരാം. ആദ്യം നമ്മളോട് സ്റ്റോക്ക് ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റോക്ക് ക്വറി എന്നുള്ള സ്ക്രീനിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റത്തിനെ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകും. അതിൻ്റെ നെയിം, ഗ്രൂപ്പ്, ക്ലോസിംഗ് ബാലൻസ്, കോസ്റ്റ് പ്രൈസ്, കോസ്റ്റിംഗ് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, പിന്നെ ക്ലോസിംഗ് ബാലൻസ്, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് വാല്യുവേഷൻ മെത്തേഡ്, പിന്നെ പർച്ചേസ് വൗച്ചർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് പർച്ചേസ്ഡ് ഓൺ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ലാസ്റ്റ് സോൾഡ് ഓൺ എന്നുള്ള ഡീറ്റെയിൽസ്, ഐറ്റം ഓഫ് സെയിം കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോക്ക് ക്വറിയിൽ കാണാനായിട്ട് പറ്റും. ഇപ്പം ഇത്രയാണ് റിപ്പോർട്ട്സിനെ കുറിച്ചും പറയാനുള്ളത്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം എടുത്തു. ആ പ്രോബ്ലം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഒരു ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആദ്യമേ ഇൻവെന്ററി ഫീച്ചേഴ്സ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, പിന്നെ ഒരു ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷേഴ്സ്, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഐറ്റം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് വൗച്ചർ, സെയിൽസ് വൗച്ചർ ഒക്കെ യൂസ് ചെയ്യുന്നതെന്നും പിന്നെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതും പഠിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷേഴ്സ്, ഒരു ഗ്രൂപ്പ്, സ്റ്റോക്ക് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. ഐറ്റംസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് കാറ്റഗറി ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഇന്ന് ഈ മൊഡ്യൂളിൽ പഠിച്ച അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഇൻവെന്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.